ഹലോ ഡിയേഴ്സ്, ഇതാണ് ടൈഗർ ടോപ്പിയ. ടൈഗറിന്റെ ഫോട്ടോ എടുക്കാൻ പോവാം. ബാ, നമുക്ക് ടൈഗറിന്റെ ഫോട്ടോ എടുക്കാൻ പോവാം. ബാ ബാ ബാ, നമുക്ക് ആ വണ്ടി കയറി പോവാം ടൈഗറിന്റെ അടുത്ത്. ഈ സ്ഥലം എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ബാങ്കോക്കിൽ നിന്നും ഒരു 90 കിലോമീറ്റർ അകലെയാണ് ഈ ടൈഗർ ടോപ്പിയ ഉള്ളത്. പിന്നെ ഇവിടെ കുറേ ഭീകരന്മാരായ കടുവകളുണ്ട് ഗൈസ്. അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അവസാനം ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ജീവനക്കാരൻ ഒരു സ്പോട്ട് കാണിച്ചു തന്നു. ഒരു ഗെയിം സ്പോട്ട്, ഷൂട്ട് ആൻഡ് ഫീഡ് എന്നാണ് ആ ഗെയിമിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു ഗണ്ണാണ് തരുന്നത്. ഒന്നല്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഗണ്ണ് വീതം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 15 പെല്ലറ്റ്സിൻ്റെ 3 റൗണ്ടായിട്ട് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം. അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ലൈനുണ്ട്. ആ ലൈനിൽ കൂടെ കുറേ ബക്കറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബക്കറ്റിനകത്ത് നിറയെ ചിക്കനായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് ആ ബക്കറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിക്കൻ താഴേക്ക് വീഴും. അപ്പോഴത്തേക്കും നമ്മുടെ കടുവക്കുട്ടന്മാരൊക്കെ വന്നിട്ട് ആ ചിക്കനൊക്കെ കഴിക്കും. അപ്പം ഞങ്ങളെല്ലാവരും ഷൂട്ട് ചെയ്തു. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. എൻ്റെ ശരിയായില്ല. ഗണ്ണ് ശരിക്കും പിടിക്കാൻ അറിയത്തില്ലാത്ത ഞാൻ പോലും കടുവക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അഭിമാനമുണ്ട്. കണ്ടില്ലേ? അങ്ങനെ കടുവയുടെ വയറ് ഫുള്ളാക്കി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കടുവകൾ മാത്രമല്ല ഉള്ളത്, കുഞ്ഞാടുകളും കുഞ്ഞു മുയലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഹൃദുക്കുട്ടന് ഭയങ്കര സന്തോഷമായി. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. ഹൃദുവിന് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ 2 കടുവകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പുറത്ത് കയറിയിരുന്ന് കളിക്കാനായിരുന്നു. അവൻ അതിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരുന്ന് കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ ആ പ്രഹസനമൊക്കെ കഴിഞ്ഞ് അതുവഴി നടന്നു പോയപ്പോഴാണ് ടക്കടക്കുന്ന ഒരു വലിയ സിംഹം അതിങ്ങനെ ഞങ്ങളെ നോക്കി കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കൈ കിട്ടിയിരുന്നെങ്കിൽ അതൊന്ന് ഉമ്മ വെച്ച് വിട്ടേനെ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ആ നോട്ടമൊക്കെ കണ്ടപ്പം അതിന് ഇറിറ്റേറ്റ് ആവുന്നെന്ന് കണ്ടപ്പം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടായി. പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒത്തിരി സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോയി.